കൂട്ടുകാരെ നമസ്കാരം. ഒരു നാടൻ ടേസ്റ്റിലുള്ള ബീഫ് ഫ്രൈ ആണ് ഇന്നത്തെ വീഡിയോ. ബീഫ് ഫ്രൈ തയ്യാറാക്കുവാനായി 1 കിലോ പോത്തിറച്ചി ചെറിയ ചെറിയ പീസുകളാക്കി നന്നായി വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ബീഫ് ഒരു കുക്കറിലേക്ക് എടുത്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 കപ്പ് തേങ്ങാക്കൊത്ത്, 1 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 2 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് കുക്കർ അടച്ച് ഇത് നന്നായി ബോയിൽ ചെയ്തെടുക്കാം. ഞാൻ ഈ കുക്കറിൽ 8 വിസിൽ കേൾക്കുന്നത് വരെ ബോയിൽ ചെയ്തു. അപ്പോൾ ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ബീഫ് ഫ്രൈ ചെയ്യുവാനായി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കണക്കിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടാവുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ കണക്കിന് പെരിഞ്ജീരകം ചേർക്കുകയാണ്. ഉടൻ തന്നെ അതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും 2 പച്ചമുളക് നെടുകെ കീറിയതും ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ കണക്കിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ബീഫിൻ്റെ കൂടെ കുക്കറിലും ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് കളർ മാറി വരുമ്പോൾ സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായി സ്ലൈസ് ചെയ്ത 2 സവാളയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ബീഫ് ഫ്രൈക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ സമയം ചേർത്ത് കൊടുക്കുകയാണ്. ഓൾറെഡി 2 ടീസ്പൂൺ ഉപ്പ് നമ്മൾ ബീഫിൽ ചേർത്തിട്ടുണ്ട്. അത് കണക്കാക്കി വേണം ഈ സമയം ഉപ്പ് ചേർക്കുവാനായി. സവാള നന്നായി വാടി വന്നിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ഈ സമയം ചേർക്കുകയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾ പൊടി ബീഫിൽ നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുമുണ്ട്. ഇനി 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ ഇറച്ചി മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ വേവിച്ച് വറ്റിച്ചു വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാല എല്ലാ ഭാഗത്തും ഒരേപോലെ എത്തത്തക്ക വിധത്തിൽ നന്നായി ഇത് മിക്സ് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ നിർത്തിക്കൊണ്ട് ഇത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ലെവലിൽ ഫ്രൈ ആയി വരുമ്പോൾ ഒരല്പം മല്ലിയില ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഇത് ഓപ്ഷണലാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ, അതായത് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ഇത് ചെയ്താൽ മതിയാവും. ഇത് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കുറച്ചുകൂടി ഇത് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഈ ബീഫ് നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയം ഒരല്പം പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് തളിച്ചു കൊടുത്താൽ ബീഫ് ഫ്രൈക്ക് ഒരു നല്ല നാടൻ ടേസ്റ്റ് ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും എളുപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ബീഫ് ഫ്രൈ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. ഷെഫ് ജോജി യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജിലും പഴയ ഒരുപാട് വീഡിയോകളുണ്ട്. അതൊക്കെ കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.